സോ ഇന്ന് എൻ്റെ കൂടെയുള്ളത് മലയാളി മിനി സ്ക്രീൻ പ്രേക്ഷകർക്ക് പ്രത്യേകിച്ച് വളരെ ഇഷ്ടപ്പെട്ട ഫേവറേറ്റ് ആയിട്ടുള്ള കപ്പിളാണ്. സോ ലെറ്റ്സ് വെൽക്കം സൗപർണിക ആൻഡ് സുഭാഷ്. ബോത്ത് ഓഫ് യു വെൽക്കം. അപ്പം ഓണമൊക്കെ കഴിഞ്ഞ് അതിന്റെ ക്ഷീണത്തിലാണോ ഇരിക്കുന്നത്? ചെറുതായിട്ട് എങ്ങനെയുണ്ടായിരുന്നു ഇത്തവണത്തെ ഓണം? കുഴപ്പമില്ലായിരുന്നു. കുറച്ച് പനിയൊക്കെ പിടിച്ചിട്ട് ചെറിയൊരു ഡൗൺ ആയിരുന്നു ഇപ്രാവശ്യത്തെ ഓണം. ഏട്ടല്ല കേട്ടോ, എനിക്ക് കല്യാണത്തിന് മുന്നേ ഉള്ള ഓണവും ഇപ്പൊ നിങ്ങൾ ഒരുമിച്ചുള്ള ഓണവും തമ്മിലൊന്ന് കമ്പയർ ചെയ്യണം. എന്തൊക്കെയാണ് അതിന്റെ ഒരു ചെറിഷബിൾ മൊമെന്റ്സ് ഉണ്ടാവില്ലേ ഓണത്തിന്? അതാണ് ഏറ്റവും വലിയ ഒരു ഓർമ്മിക്കാൻ പറ്റുന്ന ഓണം എന്നൊക്കെ പറയുമ്പോൾ മുന്നേ ആണോ ഇപ്പോഴാണോ ഉള്ളത്? നമുക്ക് എപ്പോഴും ഒരു ഓണം എന്ന് പറയുമ്പോൾ നിങ്ങൾക്ക് കോളേജിലെ ഓണം അല്ലെങ്കിൽ ഷൂട്ടിംഗ് ലൊക്കേഷനിലെ ഓണം അങ്ങനെയൊക്കെ ഉണ്ടാവും. ഇത് നമ്മുടെ കുട്ടിക്കാലത്തെ ഓണമാണ് എല്ലാ നമ്മുടെ മനസ്സിലുണ്ടാവുക. പണ്ടത്തെയൊക്കെ ട്രഡീഷണൽ ആയിട്ടുള്ള കുറെ പുലികളി കാര്യങ്ങളൊക്കെ നമ്മുടെ വീട്ടിൽ വരുമായിരുന്നല്ലോ. ഇപ്പൊക്കെ അങ്ങനെ ഒരു ഇതില്ല. പണ്ടൊക്കെ ഞാൻ കൊല്ലത്തായിരുന്നു എൻ്റെ അച്ഛൻ്റെ തറവാട്. അപ്പൊ അവിടെ ഓണക്കാലത്ത് ഇങ്ങനെ പുലികളി മറ്റേ തോക്കും കൊണ്ടൊക്കെ വേട്ടക്കാർ വരുന്ന അതൊക്കെ നമ്മുടെ മനസ്സിൽ ഇപ്പോഴും നിൽക്കുന്ന വിഷ്വൽസ് ആണ്. പേടിച്ച് ഓടും. അന്ന് കുഞ്ഞായിരുന്നു സമയത്തൊക്കെ വരുമ്പോ ഓടി അകത്തോട്ട് പോയി പിന്നെ വാതിലിന്റെ ഇടയിൽ ഇങ്ങനെ മേടിച്ച് നോക്കുന്ന ആ ഒരു എക്സ്പീരിയൻസ് ഒന്നും ഇപ്പോഴത്തെ ജനറേഷൻ. അന്ന് നിഷ്കളങ്കരായിരുന്നു നമ്മള്. അതെ അതെ, ഇപ്പൊ കുറെ കൂടെ ചിന്തിക്കും. സുഭാഷിന്റെ ഓണം എങ്ങനെയാണ് കുട്ടിക്കാലത്ത്? ഇതേപോലെയാണോ? പേടിയായിരുന്നു പുലിക്കളി അതൊക്കെ? അല്ലല്ല, പുലികളി കോഴിക്കോട്, എന്റെ കോഴിക്കോട് എന്റെ വീട്. അവിടെ പുലികളിയൊന്നും അധികം ഉണ്ടാവാറില്ല. ഞാനും കോഴിക്കോടാണ്. നമുക്ക് അവിടെ ഓണപ്പൊട്ടൻ ഒക്കെ വരുന്ന എനിക്ക് ഓർമ്മ എന്ന് പറഞ്ഞാൽ ഈ തുമ്പപ്പൂ ഇല്ലേ, തുമ്പപ്പൂ കളക്ട് ചെയ്യാനായിട്ട് എനിക്ക് ഓർമ്മ ചേട്ടന്മാരൊക്കെ അന്ന് ഇളനെയാണ് അവർ. നമ്മൾ ചെറുതാകുമ്പോൾ അവരുടെ കൂടെ ഒക്കെ പോകുന്നൊക്കെ ഓർമ്മയുണ്ട്. അപ്പൊ അന്ന് എന്തോ ഒരു സംഭവം വരാനിരിക്കുന്നു, ഓണം വരിക എന്ന് പറയുമ്പോൾ എന്തോ ഒരു സംഭവം ഒക്കെ അങ്ങനെ ഒരു ഇതായിരുന്നു. പക്ഷെ ഇപ്പൊ അതില്ല. ടു ബി ഓണസ്റ്റ്, അങ്ങനെ ഒരു സംഭവം ഇല്ല. അന്ന് എന്തോ ഓണം വരാൻ പോകുന്നപ്പോ ഒരുക്കങ്ങളും അച്ഛനും അമ്മയും അവരൊക്കെ എല്ലാരും കൂടെ ഒരു അതാണല്ലോ ഇപ്പം. പക്ഷെ എല്ലാം പിന്നെ അതിനുശേഷം പിന്നെ ഓണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓണക്കാലത്ത് ഇത്രയും സിനിമ വരാനുണ്ട്. മറ്റേ ഏഷ്യാനെറ്റില് അവിടെ ഇവിടെയൊക്കെ സിനിമ അതായി പിന്നെ ഓണക്കാലത്തിന് സിനിമ കാണാലോ, അതായി. പിന്നെ അതിനുശേഷം പിന്നെ മൊബൈലിൽ കുറെ സത്യം പറഞ്ഞ ഈ കൊമേഴ്ഷ്യൽസ് ആണ് കൂടുതലായിട്ട് ഓണം വരാൻ പോകുന്നത്. അവരാണോ കൂടുതൽ നമ്മൾ ഓർമ്മിക്കുന്ന ഓണം എന്നുള്ള രീതിയിലേക്ക് എത്തി. അപ്പൊ പണ്ടത്തെയാണ് തീർച്ചയായിട്ടും അത് ഒരു ഓർമ്മയിൽ നിൽക്കുന്ന ഒരു ഭയങ്കര രസമുള്ള എന്തോ ഒരു പ്രത്യേകതയാണ് അന്നത്തെ ഓണം. ക്ലബുകളുടെ പരിപാടികൾ. അതെ അതെ. പിന്നെ അതുപോലെ പൂക്കളം ഇട്ടിട്ട് മാർക്കിടാനൊക്കെ വരും. അപ്പൊ നമ്മൾ മത്സരിച്ച് അതിന് വേണ്ടിയിട്ട് ചെയ്യും. ഞങ്ങളുടെയൊക്കെ അവിടെ ആകുമ്പോ ഞാൻ ഈ പാട്ട് ഒക്കെ പാടുന്ന കൊണ്ട് എല്ലാം അവിടെ അടുത്തടുത്ത ക്ലബുകളുണ്ട്. അപ്പൊ അവിടെ ഇവിടെ എല്ലായിടത്തും പോയി പാടും. തിരക്കാണ്, ഭയങ്കര തിരക്കാണ്. ഒരു കാര്യമില്ലല്ലോ, പക്ഷെ അത് ഭയങ്കര ഓർമ്മകളാണ്. ഇപ്പൊ അതൊന്നും ഇല്ലല്ലോ. നിങ്ങളുടെ കല്യാണം എന്ന് പറയുന്നത് പെട്ടെന്നല്ല, എനിക്ക് പ്രണയമായിരുന്നു. പക്ഷെ പിന്നെ പറഞ്ഞിട്ടുണ്ട് പക്ക ഒരു അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു. പക്ഷെ നമ്മൾ അറേഞ്ച്ഡ് മാരേജിലും പ്രണയിക്കാൻ തുടങ്ങുന്ന ഒരു സമയം ഉണ്ടാവല്ലോ. ഓക്കെ, ഇയാള് കൊള്ളാം, അടിപൊളിയാണ്. ആ ഒരു ടൈം എങ്ങനെയായിരുന്നു? ഒരു ഐസ് ബ്രേക്കിംഗ്. അത് ഏട്ടൻ പറയട്ടെ. രണ്ടാക്കും ചിലപ്പോ ഒരുമിച്ചായിരിക്കും ആ ഒരു ഐസ് ബ്രേക്കിംഗ് ഫീൽ ഉണ്ടായിട്ടുണ്ടാവുക, അല്ലെങ്കിൽ ഡിഫറെന്റ് ടൈമിലായിരിക്കും. ആ സൗപർണിക പറഞ്ഞു അല്ലേ, ആദ്യം ആലോചന വരുന്ന സമയത്ത് ഫോട്ടോ മെയിൽ ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ ഞാൻ ചെയ്ത സമയത്ത് വീട്ടിൽ കൊണ്ടുവന്ന് എല്ലാവരും കാണിച്ചത് ഇതാ വന്ന ആലോചനയുടെ ഫോട്ടോ അങ്ങനെ പറഞ്ഞിട്ട് അപ്പൊ കുഴപ്പമില്ലല്ലേ. പിന്നെ ആദ്യം ഫോൺ ചെയ്തായിരുന്നു ആദ്യം. കാരണം ഞങ്ങളുടെ ഒരു ആർട്ടിസ്റ്റ് കവിത ചേച്ചി വഴിയാണ് ആലോചന വരുന്നത്. ആ പുള്ളിക്കാരി പറഞ്ഞു ഇങ്ങനെ ആ ഉള്ള അറിവും അതൊക്കെ ഉള്ളൂ. അപ്പൊ ആദ്യമായിട്ട് പുള്ളി എന്നെ വിളിക്കുക. അപ്പൊ ഞാനൊരു സീരിയലിന്റെ ലൊക്കേഷനിലായിരുന്നു. അപ്പൊ അവിടെ റേഞ്ച് കുറവാണ്. അപ്പൊ ആള് ആദ്യമായിട്ട് വിളിച്ചൊന്ന് സംസാരിക്കാൻ വേണ്ടി എന്റെ നമ്പറൊക്കെ കൊടുത്തു. വിളിച്ച ഉടനെ ഞാൻ ഹലോ ഞാൻ കവിത ചേച്ചി പറഞ്ഞിട്ട് വിളിക്കുകയാണ്, സുഭാഷാണെന്ന് പറഞ്ഞപ്പോഴേക്കും എന്റെ ഫോണും കട്ടായി, റേഞ്ച് കട്ടായതാണ്. അപ്പോഴേക്കും എന്നെ ഷോർട്ടിനും വിളിച്ചു. പിന്നെ അപ്പൊ ഞാനങ്ങ് പോയി. അപ്പൊ പുള്ളി അല്ല കാര്യമായിട്ടേ ഇതിൽ കൂടുതൽ അപമാനം വേറെ ഇല്ല. ഒരുപാട് അങ്ങനെ ഗേൾസ് അങ്ങനെ ഒരുപാട് ഫ്രണ്ട്സ് ഒന്നും ഇല്ല. അപ്പൊ പെൺകുട്ടിയോട് സംസാരിക്കാൻ എനിക്ക് പൊതുവെ ഇച്ചിരി ഒരു അധികം അങ്ങനെ ഒരു ടൈപ്പ് ആയിരുന്നു ഞാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ഞാൻ വളരെ പ്രിപ്പയർഡ് ആയിട്ടാണ് വിളിക്കുന്നത്. മനസ്സിലായി? വിളിക്കാം, ഹലോ അത് ഞാൻ കവിത അങ്ങനെയൊക്കെ പ്രിപ്പയർ ചെയ്തിട്ട് തന്നെയാണ് ഞാൻ വിളിക്കുന്നത്. അങ്ങനെ വിളിച്ചിട്ട് അതെ എനിക്ക് ഓർമ്മ, ഞാൻ കാർ അങ്ങനെ സൈഡ് ചെയ്ത് കുറെ നേരമൊക്കെ നിന്നിട്ടാണ് അവസാനം വിളിക്കുന്നത്. വിളിച്ച സമയത്ത് കട്ട് ചെയ്ത് പോലെ എനിക്ക് ഫീൽ ചെയ്ത് വേണ്ടായിരുന്നു. ഏത് സമയം നാണം കെട്ടില്ലേ, അതായിരുന്നു എനിക്ക് അപ്പോഴത്തെ ഭയങ്കര ഓപ്പോസിറ്റ് എന്റെ അവസ്ഥ. ആദ്യമായിട്ട് വിളിച്ചോളൂ, ഷോർട്ടിൽ നിൽക്കുക ഞാനിവിടെ. അവിടെ ആണെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് ഞാൻ അവിടുന്ന് ഫ്രീ ആയിട്ട് എനിക്ക് കൂടെ പുറത്തേക്ക് നിന്നാലേ റേഞ്ചും കിട്ടുള്ളൂ. അപ്പൊ ഞാൻ ഈ സമയം മുഴുവൻ എനിക്കും ടെൻഷൻ. മോശമായി പോയല്ലോ, എന്ത് ചെയ്യാ, എന്ത് പറയാ, എന്ത് വിചാരിച്ചു കാണും, ഞാൻ കട്ട് ചെയ്താന്ന് വിചാരിച്ചു. ഫുള്ള് ടെൻഷൻ അതായിരുന്നു. പിന്നെ വിളിച്ച് ഞാൻ അത് കഴിഞ്ഞ് ഷോർട്ടിലായിരുന്നു കേട്ടോ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിച്ചു. തുടങ്ങുന്നതിന് മുന്നേ തേച്ചു എന്നുള്ള ഫീൽ ആയി പോയി. പിന്നെ അന്ന് തന്നെ വിളിച്ച് പറഞ്ഞു. പിന്നെ വിളിച്ച് സംസാരിച്ചു. പിന്നെ അങ്ങോട്ട് സംസാരമായിരുന്നു. അതൊരു തുടക്കമായിരുന്നു.
അപ്പൊ മനസ്സുകൊണ്ടാണ് തുടക്കം. പിന്നെ സത്യം പറഞ്ഞ ഈ ചോദ്യം ചോദിച്ചപ്പോ എപ്പോഴാണ് ഈ പറഞ്ഞ പോലെ ആ ഒരു എനിക്കത് എനിക്കത് എങ്ങനെയോ അങ്ങനെ ആയതാട്ടോ. അങ്ങനെ ഒരു കറക്റ്റ് ഒരു മൊമെന്റ് ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഞങ്ങൾ അങ്ങനെ സംസാരിച്ച് അങ്ങനെ, പക്ഷെ അന്ന് സംസാരിച്ച് തുടങ്ങിയ അന്ന് മുതൽ സംസാരിച്ചിട്ട് ഇന്ന് വരെ, അതാണ് എന്റെ ഫാക്ട്, ഇന്ന് വരെ ഒരു ദിവസം പോലും ഞങ്ങൾ സംസാരിക്കാതെ ഇരുന്നിട്ടില്ല. അതിനുശേഷം ഒരു ദിവസം പോലും ഞങ്ങൾ അതിനുശേഷം എനിക്ക് നിനക്കറിയാല്ലേ. എന്തായാലും കല്യാണത്തിന് മുന്നേ കുറെ സങ്കല്പങ്ങൾ ഉണ്ടാവല്ലോ. ആ സങ്കല്പത്തിലുള്ള ഒരാൾ തന്നെയാണോ സുഭാഷ്? സങ്കല്പത്തിൽ നമുക്ക് ഒരുപാട് സങ്കല്പിക്കാം. കിട്ടുന്നത് തന്നെയാണോന്നില്ലല്ലോ. എന്തെങ്കിലുമൊക്കെ കിട്ടിയോ? ഏകദേശം വൈബൊക്കെ നമുക്ക് എന്താ പറയാ, ഒരാൾക്ക് കിട്ടാന്ന് പറഞ്ഞ ലൈഫിൽ കുറച്ചൊരു ഫ്രീഡം തരിക, അത് എന്തായാലും നന്നായിട്ട് തരുന്നുണ്ട്. ഇപ്പം നമ്മളിങ്ങനെ പിടിച്ചു വെച്ചിട്ട് അത് ചെയ്യാൻ പാടില്ല, ഇത് കൂടിപ്പോയി, അപ്പൊ കല്യാണം കഴിഞ്ഞിട്ട് കൂടിപ്പോയതാണ് എനിക്ക്. അത് നമുക്ക് എന്റെ കല്യാണത്തിന് മുമ്പാണെങ്കിൽ എന്ത് കാര്യത്തിന് എനിക്ക് അച്ഛനോട് ചോദിക്കണം, അച്ഛനായിരിക്കും എവിടെ പോകുമ്പോഴും അച്ഛനായിരിക്കും കൂടെ വരിക. ഇതിപ്പോ അങ്ങനെയൊന്നുമില്ല. ഇപ്പൊ ഞാൻ കല്യാണം കഴിച്ചിട്ടുണ്ടായിരുന്നു, എന്നോട് എല്ലാ കാര്യം ചോദിക്കുന്നത്. പക്ഷെ എനിക്ക് അങ്ങനെ ഇഷ്ടമല്ല. മീൻസ് അങ്ങനെയല്ല, നമ്മളിപ്പോ ഒരാളെ വല്ലാതെ ഡിപ്പെൻഡ് ചെയ്യുന്നത് ശരിയല്ല എന്നുള്ള അഭിപ്രായമാണ് ഞാൻ. അപ്പൊ അവളങ്ങനെ വല്ലാതെ ഡിപ്പെൻഡ് ചെയ്യും. അപ്പൊ ഞാൻ അങ്ങനെ ചെയ്യാം, അങ്ങനെയല്ല, നീ ആലോചിക്കും, നീ ചിന്തിക്കുക, എന്താ എന്നോട് ചോദിക്കുന്നത്, നീ സ്വന്തം കണ്ടുപിടി, അങ്ങനെ അവള് മറ്റൊന്ന് നമുക്ക് ഒരു സ്ഥലത്ത് ട്രാവൽ ചെയ്യാൻ അവൾക്ക് പേടിയാണ്, എപ്പോഴും നമ്മൾ കൂടെ പോകണം. അല്ലെങ്കിൽ അങ്ങനെയൊന്നും അവള് പോയിട്ടില്ല. പിന്നെ കുറെ കാലം അവള് ലൊക്കേഷനിൽ പോകുമ്പോൾ പിന്നെ കുറെ ഞാൻ കൂടെ പോയി. അത് കഴിഞ്ഞ് പിന്നെ ഡ്രൈവറെ വണ്ടിയായിട്ട് പോയി. പിന്നെ അത് വലിയ ബുദ്ധിമുട്ടാണ്. എന്ന് വെച്ചാൽ വണ്ടി കൊണ്ട് ട്രിവാൻഡ്രം വരെ പോവുക, ഡ്രൈവർ, അങ്ങനെയൊക്കെ വലിയ ബുദ്ധിമുട്ടല്ലേ. പിന്നെ അത് കഴിഞ്ഞ് പിന്നെ അത് കഴിഞ്ഞ് ഇപ്പൊ അവള് ട്രെയിനിൽ പോയിട്ട് അവിടെ അത് കുറെ വർഷങ്ങൾ, 2-3 വർഷം കൊണ്ടാണ് അവള് ആ ലെവലിലേക്ക് എത്തിയത്. അല്ലെങ്കിൽ അവള് പ്രേതത്തെ പേടിയാന്ന് ഞാൻ കേട്ടിട്ടുണ്ട് വല്ലാണ്ട്. അതെന്താ അങ്ങനെ? ചെറുപ്പത്തിലുള്ള വല്ല പ്രശ്നമാണോ? അതല്ല, ഈ പണ്ട് കഥകൾ കേട്ട് നമുക്കിങ്ങനെ അങ്ങനത്തെ ഉള്ള ഒരു ഇമാജിനേഷൻ കുറച്ച് കൂടുതലാണ്. അത് പണ്ടിങ്ങനെ കഥകൾ പറഞ്ഞ് ഓരോരുത്തർ എവിടെ ചെന്നാലും ആരുടെങ്കിലും അനുഭവങ്ങൾ എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പറയുമല്ലോ. ഇതൊക്കെ കേട്ടിട്ട് എല്ലാം കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്, കഥകൾ കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. എന്നാലും ഒരു രാത്രി ആകുമ്പോഴത്തേക്കിനും ഇങ്ങനെ എനിക്ക് പേടിയുള്ള പിന്നെ ആറ്റുകാലമ്മയുടെയൊക്കെ പടമൊക്കെ എടുത്തിട്ട് മൊബൈലിൽ ഇങ്ങനെ സ്ക്രീൻ ഇടയ്ക്കിടയ്ക്ക് 30 മിനിറ്റ് കഴിയുമ്പോൾ വീണ്ടും തട്ടും. ആ സമയത്ത് ഉറങ്ങുന്നില്ല. എന്നാ 30 മിനിറ്റ് കഴിഞ്ഞാൽ വീണ്ടും അണയുമ്പോഴത്തേനും ഒന്നും കൂടെ ഇടയ്ക്കിടയ്ക്ക് എണീക്കും, ബാത്റൂം പോകുമ്പോൾ തട്ടും, വീണ്ടും കിടന്നു തുടങ്ങി. ആ സമയത്ത് ആവുമല്ലോ എന്ന് വെച്ചിട്ട് അങ്ങനെയൊക്കെ ചിലപ്പോൾ പേടിക്കും. ഇപ്പൊ അത്രയില്ല കേട്ടോ. പേടിപ്പിച്ചിട്ടുണ്ടോ? ഇങ്ങനെ പേടിയുള്ള ആൾക്കാരെ പേടിപ്പിക്കാൻ നമുക്ക് ഭയങ്കര ത്വരയായിരിക്കും. അങ്ങനെയല്ല, പേടിപ്പിച്ചാല് എനിക്ക് താല്പര്യമുണ്ട്. പക്ഷെ ഇവള് വല്ലാതെ എന്താ പറയാ റിയാക്ട് ചെയ്യുന്നത്, ചുമ്മാ വെറുതെ പ്രശ്നമാക്കുന്ന വേണ്ടി വേണ്ട കരയോന്നു രണ്ടാമത്തെ കാര്യം. അപ്പൊ ചുമ്മാ പ്രശ്നമാക്കണമെന്ന് കരുതിയിട്ട് ആണ്. എനിക്കിഷ്ടം, ശരിയാണ്, അങ്ങനെ പേടിപ്പിക്കാൻ രസമാണല്ലോ അല്ലെ, പേടിക്കുന്നത്. പക്ഷെ എന്നെ പേടിപ്പിക്കല്ലോ കേട്ടോ, അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് നമുക്ക് പേടിപ്പിക്കേണ്ട തോന്നിപ്പോ. ആ രീതിയിലാണ് അവളുടെ ഒരു അങ്ങനെ വല്ലയിടത്തും പേടിച്ചിട്ടുണ്ട്. സീരിയസ്ലി പേടിച്ചിട്ടുണ്ടെന്ന് ട്രിവാൻഡ്രം ഭാഗത്ത് താമസിക്കുന്ന സമയത്ത് ഈ മ്യൂസിക് അല്ല അതൊന്നുമില്ല. അതായത് ഞാനും അനിയത്തി ഒരു റൂമിലാണ് കിടക്കുന്നത്, അച്ഛനും അമ്മയും ഫ്രണ്ടിൽ വേറെ റൂമിലാണ് കിടക്കുന്നത്. അപ്പൊ നമ്മളൊരു ദിവസം ഷൂട്ടൊക്കെ കഴിഞ്ഞ് ഞാനിങ്ങനെ കുറച്ചും കൂടെ ചെറുതാ, അപ്പോൾ പിന്നെ ഷൂട്ടിന് കഴിഞ്ഞിട്ട് വന്നു, ടയർഡായിട്ട് കിടന്നു ഉറങ്ങിപ്പോയി. നല്ല ഉറക്കത്തിൽ എന്റെ കാലിൽ ആരും പിടിച്ച് വലിക്കുക എനിക്ക്. ഞാൻ തിരിച്ചിങ്ങനെ വലിക്കുന്നുണ്ട്. അത് കഴിഞ്ഞപ്പോൾ ഒരു തണുത്ത പോലെ എനിക്ക് ആരും ഫീൽ ചെയ്യാം. പെട്ടെന്ന് ഞാൻ ലൈറ്റ് ഇട്ടപ്പോഴത്തേന് എന്തോ എനിക്ക് എന്റെ മനസ്സിൽ ഇപ്പൊ എനിക്കത് പൊട്ടത്തരായിട്ട് തോന്നുന്നുണ്ട്. കാരണം നമ്മൾ എണീക്കുന്ന സമയത്ത് എന്തോ രൂപം പോലെ നമുക്ക് തോന്നുമല്ലോ ഉറക്കത്തിൽ നിന്ന് എണീക്കുമ്പോ. അപ്പൊ അവിടെ എന്തോ കണ്ടു. അപ്പൊ ഞാൻ നോക്കിയപ്പോ അനിയത്തി അവിടെ രാത്രി അവൾ സ്വപ്നം കണ്ടു വന്നത്. അവള് കൈ ചൂണ്ടി ആ ഭാഗത്തോട്ട് എന്നെ കൈ ചൂണ്ടി നിന്ന് സംസാരിച്ചോണ്ട് എന്തോ പറഞ്ഞിട്ട് അവള് കിടന്നു ഉറങ്ങി. ഞാൻ അവളെ നോക്കി ഇതും നോക്കി, പിന്നെ എന്റെ നാവുമില്ല. ചെറുതായിട്ട് അനിയത്തി എന്തിനാ എണീച്ചേ? എനിക്ക് അവളെന്തൊക്കെയോ പറഞ്ഞിട്ട് അപ്പൊ ഞാൻ ഇവളെന്തിനാ ഇപ്പൊ എണീറ്റ്? അവക്കത് ഓർമ്മയില്ല. പിറ്റേ ദിവസം അവളോട് ചോദിച്ചപ്പോ അവക്കത് ഓർമ്മയില്ല. അവൾ എണീറ്റിരുന്നിട്ട് ആ ഭാഗത്തൊക്കെ എന്തോ വർത്താനം ഇങ്ങനെ പറയുന്നു, കണ്ണടച്ചെന്നെ എന്തോ വർത്താനം പറയുന്നു, അങ്ങനെയും കിടന്നു ഉറങ്ങി. സ്വപ്നം രണ്ടാളും കണ്ടത് മേ ബി ഒന്നായിരിക്കും എന്തോ. അത് കഴിഞ്ഞപ്പോ പിന്നെ നാവ് തലിക്കുന്നില്ല. എനിക്ക് ഭയങ്കര പേടിച്ചു പോയി. ഭയങ്കര ഉറക്കത്ത് നമ്മൾ പേടിച്ചിട്ട് എന്തെങ്കിലും പിന്നെ ഒച്ച വരില്ല, സ്പീഡ് വരില്ല, ഒന്നുമില്ല. എനിക്ക് പറഞ്ഞ യാതൊരു സംഭവം